WDM-7 ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ ഒരു വിഭാഗമാണ്. ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് നിർമ്മിച്ച ഈ ലോക്കോമോട്ടീവുകൾ ബ്രോഡ്ഗേജ് W, മിക്സഡ് ട്രാഫിക് M ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ്. ചെന്നൈ സെൻട്രലിലും പരിസരത്തും ഇവയുടെ സേവനം വളരെ പ്രധാനമാണ്. പ്രധാന സവിശേഷതകൾ: ഉദ്ദേശ്യം: ബ്രാഞ്ച് ലൈൻ ജോലികൾക്കായി രൂപകൽപ്പന ചെയ്തവ. നിർമ്മാണം: WDM-2ന്റെ പരിഷ്കരിച്ച പതിപ്പാണിത്. ഇതിന് 2-3 ആക്സിൽ ബോഗികൾ കോക്കോ ഉണ്ട്. എഞ്ചിൻ: 2000 കുതിരശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ആൽക്കോ 251B12 വേരിയന്റ് എഞ്ചിനാണ് ഇതിന് ശക്തി നൽകുന്നത്. ട്രാൻസ്മിഷൻ: ആദ്യത്തെ 10 ലോക്കോമോട്ടീവുകൾക്ക് ഭെൽ TG10931 AZ ജനറേറ്ററും അവസാനത്തെ 5 എണ്ണത്തിന് ഭെൽ TA10105 AZ ആൾട്ടർനേറ്ററുകളും ഉപയോഗിക്കുന്നു. വേഗത: ആദ്യത്തെ 10 ലോക്കോമോട്ടീവുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 105 കിലോമീറ്ററാണ്. അവസാനത്തെ 5 എണ്ണത്തിന് ഇത് മണിക്കൂറിൽ 100 കിലോമീറ്ററാണ്. ഡൈനാമിക് ബ്രേക്കിംഗ്: ഈ സീരീസിലെ അവസാനത്തെ 5 ലോക്കോമോട്ടീവുകളിൽ ഡൈനാമിക് ബ്രേക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ബയോഡീസൽ ഉപയോഗം: ചില WDM-7 ലോക്കോമോട്ടീവുകൾ ബയോഡീസലിൽ പ്രവർത്തിപ്പിക്കാനായി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിർമ്മാണവും വിതരണവും: 1987നും 1989നുമിടയിൽ വാരാണസിയിലെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ആകെ 15 WDM-7 ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ചു. ഇവ പ്രധാനമായും ചെന്നൈ പ്രദേശത്താണ് കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് ചെന്നൈ സെൻട്രലിൽ. 11008 എന്ന നമ്പർ ലോക്കോമോട്ടീവ് ബയോഡീസൽ പദ്ധതിക്കായി പ്രത്യേകമായി പെയിന്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നു. പ്രാധാന്യം: WDM-7 WDM-2ന് സമാനമാണെങ്കിലും ലഘുവായ ജോലികൾക്ക് ഊന്നൽ നൽകുന്നു. ഇന്ത്യയിലെ ആധുനിക ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ വികസനത്തിൽ ഇതൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ബയോഡീസൽ പരിവർത്തന പദ്ധതി ഈ ലോക്കോമോട്ടീവുകളെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കാനുള്ള ശ്രമം എടുത്തുകാണിക്കുന്നു.